ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഉണ്ണീസ് ക്രിയേഷൻസ്. ഇന്നിതാ വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു പാക്ക് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കടലമാവ്, അരിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഈ കോക്കനട്ട് മിൽക്ക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈയും മുഖവും കഴുത്തൊക്കെ നല്ലോണം കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത്. ഡ്രൈ സ്കിന്നുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണിത്. കാരണം അവർക്ക് മറ്റുള്ള പാക്കൊക്കെ ഈ ഒരു ക്ലൈമറ്റിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് ഒന്നും കൂടെ ഡ്രൈ ആക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിലൂടെ ആ ഡ്രൈനെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഇതൊരു 20-25 മിനിറ്റ്സോളം പാക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഡ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നല്ലൊരു തുണി എടുത്തിട്ട് വെള്ളത്തിൽ നനച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം വൈപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലുണ്ടാകുന്ന നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ നല്ലോണം കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അങ്ങനെ ഇത് പാക്ക് നല്ലോണം വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ട് നമ്മളിത് കഴുകി കളയുന്നതിലൂടെ തന്നെ നമുക്ക് അതിന് ശേഷം നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചർ ലോക്കാക്കി വെക്കാനും അതുപോലെ നമ്മുടെ സ്കിന്ന് കുറച്ച് ബ്രൈറ്റായിട്ടും സപ്പിളായിട്ടൊക്കെ ഇരിക്കുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ തന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.